back. അപ്പോൾ ഈ വീഡിയോ നോക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫിൽറ്ററാണ്. അപ്പോൾ ഈ ഫിൽറ്റർ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഞങ്ങൾ നേരെ വീട്ടിലോട്ടൊരു ലൈനായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല അഴുക്ക് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ചു ഇവൻ്റെന്നും നല്ല റിസൾട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭീമൻ അതായത് ജംബോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ അടിച്ചു പിടിക്കുക. അപ്പോൾ നേരെ വീഡിയോ ഇട്ടുക. ആദ്യം നമുക്ക് ചെങ്കല്ലി ഓരോരോ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് 150 ചിരട്ട കത്തിച്ച് കഴുകി ഉണക്കിയത് വേണം. പിന്നെ നമുക്ക് വെള്ളാരങ്കല്ല് വേണം. പിന്നെ നമുക്ക് തരിമണൽ വേണം, തരിയില്ലാത്ത മണൽ വേണം. ഇത് നെറ്റാണ്, അതായത് മോസ്കിറ്റോ നെറ്റ്. നമ്മുടെ ജനലിലൊക്കെ കൊതുകൊന്നും വരാതിരിക്കാൻ വേണ്ടി അടിക്കുന്നൊരു നെറ്റാണ്. ഇത് 6 ഇഞ്ച് പൈപ്പിൻ്റെ സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് വേണം. ഇത് നമുക്ക് 6 എണ്ണമാണ് വേണ്ടത്. 6 ലെയറായിട്ട് 6 എണ്ണമാണ് വേണ്ടത്. ഇതൊരു സാധാ കട്ടിങ് ബോർഡാണ്, നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന കട്ടിങ് ബോർഡാണ്. ഇത് 6 ഇഞ്ച് പൈപ്പിൻ്റെ ആ ടോപ്പ് ഭാഗം ഞങ്ങൾ മാർക്കറും വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതെന്തിനാണ് വെക്കണമെന്ന് വെച്ചാൽ നമ്മളിതൊരു ഹോളിട്ട് ആ ഫിൽറ്ററിൽ നമ്മുടെ ആ പൈപ്പിലോട്ട് ഇറക്കി വയ്ക്കും. എന്നിട്ട് ആ പൈപ്പിൽ വരുന്ന ആ വെള്ളം കുറച്ചും കൂടെ ഒന്ന് ഫിൽറ്റർ കുറച്ചും കൂടെ ഒന്ന് ശുദ്ധിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ റിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നമുക്ക് ആ പൈപ്പിലോട്ട് കൊള്ളുണ്ടോ നോക്കാം. കൊള്ളില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രൈൻഡറോ അല്ലെങ്കിൽ കട്ടറോ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പിലായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇനി ഒരു ആണി എടുത്തിട്ട് ഒരു ബോർഡിൽ വെച്ച് നിങ്ങൾക്ക് അടിച്ചു വയ്ക്കാം, കാരണം ഇത് ഇളകി പോകാണ്ടിരിക്കാൻ. എന്നിട്ടൊരു 3 mm ബിറ്റ് വെച്ച് ഡ്രിൽ ബിറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു 6 ഇഞ്ചിൻ്റെ പൈപ്പ്. ഈ പൈപ്പിൻ്റെ അകത്ത് ഞങ്ങൾ ഈ ഫിൽറ്റർ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റിങ് ഉണ്ടാക്കിയിട്ട് ആ പൈപ്പ് തന്നെ കട്ട് ചെയ്തെടുത്ത് നടുഭാഗം കട്ട് ചെയ്ത് ഒരു റിങ് ആക്കിയിട്ട് വെക്കാനായിട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഫിൽറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ടാങ്ക് കണക്ടർ. ടാങ്ക് കണക്ടർ നമുക്ക് ഏതൊരു ഹാർഡ്വെയർ ഷോപ്പിൽ ചോദിച്ചാൽ കിട്ടുന്നതാണ്. എന്നിട്ട് ആ ടാങ്ക് കണക്ടറിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു എൻഡ് ക്യാപ്പ് വെച്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങളത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ടാങ്ക് കണക്ടർ അതിലോട്ട് ഫിക്സ് ചെയ്യുക. ആ റിങ് വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഫിൽറ്റർ വയ്ക്കുക. ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ ആയിട്ട് ചെങ്കല് നമുക്ക് നിറച്ച് കൊടുക്കാം. എന്നിട്ടൊരു പൈപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ലെയറാക്കി കൊടുക്കാം. എന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ നെറ്റ് അതിലിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് വിരിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ നെറ്റ് വെച്ചതിന് ശേഷം വെള്ളാരങ്കല്ല് നിറയ്ക്കുക 15 സെൻറ്റിമീറ്റർ ആയിട്ട്. എന്നിട്ട് നിങ്ങളൊരു അളക്കുന്ന ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. മെഷർ ചെയ്ത് കറക്റ്റാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ നെറ്റ് വീഴ്ത്താം. ഇതിപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയറാണ്. ഇനി 3ാമത്തെ ലെയർ വരുന്നുള്ളൂ. നെറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ചിരട്ടക്കരി, അതായത് ആക്ടിവേറ്റഡ് കാർബൺ ഇട്ട് കൊടുക്കാം. 15 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെയും മെഷർ. എന്നിട്ട് മെഷർ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ സഹിക്കുന്നത് പോലെ നെറ്റ് വെച്ചിട്ട് അടുത്ത ലെയർ, അതായത് 4ാമത്തെ ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് നെറ്റ് വെച്ചെടുക്കാം. നമുക്കത് കൈ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമുക്ക് ഇതിന് അടുത്ത ലെയർ നോക്കാം. അടുത്ത ലെയർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ തരിമണൽ. ഈ തരിമണൽ നമുക്കിതിന് നിറച്ചു കൊടുക്കാം 15 സെൻറ്റിമീറ്റർ ആയിട്ട്. എന്നതിന് ശേഷം നമുക്ക് നെറ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് വിരിച്ച് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അവസാനത്തെ ലെയർ തരിമണൽ, അതായത് പൊടിയായിട്ടുള്ള മണൽ നമുക്ക് ഇതിന് നിറച്ചു കൊടുക്കാം. ഇതും 15 സെൻറ്റിമീറ്റർ ആയിട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു കൈ ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാനായിട്ട്. സോ ഗൈസ്, അപ്പോൾ ഞാൻ കൈ കാണിക്കുന്നത് FT ആണ്. ഇത് FT. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ളത് ടാങ്ക് കണക്റ്റർ. അതിൻ്റെ താഴെയുള്ളത് നമ്മുടെ എൻഡ് ക്യാപ്പാണ് വരുന്നത്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കൈ ഗ്യാപ്പ് വേണം. കാരണം വെള്ളം ഇതിൽ വന്ന് ചേർന്ന് താഴത്തോട്ട് പോകാനായിട്ട്. അപ്പോൾ ഡയറക്റ്റ് ഇതിൽ ഫുള്ളും അടച്ചിട്ട് താഴത്തോട്ട് ഫില്ലിങ്സിനകത്ത് പോകണമെങ്കിൽ നടക്കില്ല. അപ്പോൾ ഒരു കൈയെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് നിറയ്ക്കാനായിട്ട്. ഇനി നമുക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ സ്റ്റാർ ബോണ്ട് ഒരു എൻഡ് ക്യാപ്പിലോട്ട് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ആ 6 ഇഞ്ച് പൈപ്പിലോട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രാത്രി ആയിട്ടുണ്ട്. എന്തായാലും നാളെ നമ്മളെ പണി നടക്കില്ല. അപ്പോൾ ഇനി ഞായറാഴ്ച നമുക്ക് കാണാം. അയ്യോ, ഫ്രണ്ട്സ്, നമ്മുടെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെക്കൻ്റെ നല്ല റിസൾട്ടാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ, അതായത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ആകെ ചിലവ് വന്നത് വെറും 3000 രൂപയാണ്. അതിൻ്റെ അക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട് 3000 രൂപ വന്നത്. പിന്നെ ഈ പൈപ്പ് ഓൾറെഡി ഞങ്ങളുടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ വാൾവും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ്. ഈ റെഡ്യൂസറും അതുപോലെ തന്നെ എൽബോ, പിന്നെ നമ്മുടെ ടീ ഒക്കെ നമുക്ക് മേടിക്കാൻ മാത്രമേ വന്നുള്ളൂ. പിന്നെ ഏകദേശം ഇത് നല്ല റിസൾട്ടാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത്. ഫസ്റ്റ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ടും കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നേരെ ഒരു ഡയറക്ഷനിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു. അതിലും നല്ലതായിട്ട് അഴുക്കും കാര്യങ്ങളൊക്കെ വന്ന് പൈപ്പിലൊന്നും വെള്ളം വരാണ്ടിരിക്കണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ചിട്ടും കാര്യമായിട്ട് റിസൾട്ട് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചക്ക ഫിൽറ്റർ വന്നത്. അപ്പോൾ ഇതിന്റെ ഒറിജിനൽ, അതായത് ഈ സാധനം വരുന്നത് ഏകദേശം 20,000 21,000 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്ക് വാഷ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെ ബാക്ക് വാഷ് ചെയ്യേണ്ടതെന്ന് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഞാൻ ബാക്ക് വാഷ് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന ആ ലൈന്, ഈ ഫിൽറ്ററിലോട്ട് വരുന്ന ലൈന് ആദ്യം നിങ്ങൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ ടാങ്കിൽ നിന്ന് ഫിൽറ്ററിലോട്ട് വരുന്ന ഭാഗം ക്ലോസ് ചെയ്യുക. അപ്പോൾ വെള്ളം ഇവിടെ എത്തും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം തുറന്നിട്ടിട്ട് ഈ ഭാഗം ക്ലോസ് ചെയ്യുക. അപ്പോൾ വെള്ളം ഇതിൽ കൂടെ കയറി വരും. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിടാം.
സ്പീഡ് കുറച്ച് സ്പീഡ് കുറച്ച്. എടുത്തോ, ബക്കറ്റ് നിർത്തോ, എന്താ അഴുക്കാത്. ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഭയങ്കര അഴുക്കാട്ട്. ഇപ്പോൾ ഒരാഴ്ച ഞങ്ങളിത് ഇപ്പോൾ നിങ്ങൾ കണ്ടത് 10 ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് നമ്മളിത് എടുത്തതാണ്. എൻ്റെ പൊന്നെ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ ഒരു ഗ്ലാസ്സുകളുടെ വെള്ളം ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുടിക്കാനൊക്കെ ചൂടുവെള്ളം തിളപ്പിച്ചിട്ടായിരുന്നു ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പുതിയ ഒരു ജനറേഷൻ വന്നപ്പോൾ ഞങ്ങളിതാ നമ്മുടെ വാട്ടർ ഫിൽറ്റർ വെച്ചിട്ട് ആ വെള്ളം ഇത് കുടിക്കണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫിൽറ്റർ വെച്ചാൽ വേണം നല്ല തെളിഞ്ഞ വെള്ളം. ഞാനിത് ഇപ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നത്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പാറമണലാണ് കേട്ടോ ഗൈസ്. ഇന്ന് ഞങ്ങൾ ബോർഡറിൽ നിന്നാണ്, പാറമണലാണത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുതന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബൈ ബൈ. തെളിഞ്ഞ വെള്ളം.